ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് 18-ാം സങ്കീർത്തനം അതിൻ്റെ 35-ഉം 36-ഉം വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. സങ്കീർത്തനം 18 അതിൻ്റെ 35-ഉം 36-ഉം വാക്യങ്ങൾ. നിന്റെ രക്ഷ എന്ന പരിച നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി. എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയുന്ന വചനങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. അനേക സന്ദർഭങ്ങളിൽ തന്നെ കൊന്നുകളയുവാൻ ഗോലിയാത്ത് തുടങ്ങി, തൻ്റെ അമ്മായിപ്പൻ ശൗൽ തുടങ്ങി, തൻ്റെ മകൻ അബ്ശാലോം തുടങ്ങി അനവധി പേർ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ വാളുകളൊന്നും തൻ്റെ കഴുത്തിൽ പതിയാതെ ആർക്കും തന്നെ കൊല്ലുവാൻ കഴിയാതിരുന്നതിൻ്റെ രഹസ്യം അതിനെയൊക്കെ തടഞ്ഞ ഒരു പരിചയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദൈവമേ, രക്ഷയുടെ പരിച നീ എനിക്ക് നൽകിയിരിക്കുന്നു. സിംഹവും കരടിയും ഒക്കെ തന്നെ പിടിക്കാൻ വന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ കരങ്ങളിൽ തന്നെ താങ്ങി. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, നിൻ്റെ വലം കൈ എന്നെ താങ്ങി. ദൈവത്തിൻ്റെ സൗമ്യതയാണ് തന്നെ വലിയവനാക്കിയത്. തൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോപം കത്തിജ്വലിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം സൗമ്യമായി ഇടപെട്ടതുകൊണ്ട് താൻ വലിയവനായി, താൻ ഇസ്രായേലിൻ്റെ രാജാവായി. തൻ്റെ കാലുകൾ വെക്കുവാനൊരു സ്ഥലമില്ലാതെ തൻ്റെ സ്വന്തം ഭവനത്തിൽ മാതാപിതാക്കൾ ബേഥലഹേമിലെ കൊടുങ്കാട്ടിലേക്ക്, കടുവയും സിംഹവുമുള്ള സ്ഥലത്തേക്ക് തന്നെ അയക്കുമ്പോൾ തനിക്ക് കാലടി വെക്കുവാൻ തൻ്റെ വീട്ടിൽ സ്ഥലമുണ്ടായിരുന്നില്ല. പിന്നീട് തൻ്റെ സ്വന്തം രാജ്യം ഇസ്രായേൽ ദേശത്ത് നടക്കുവാൻ കഴിയാതെ ഫെലിസ്ത്യരുടെ അടുക്കിലേക്ക്, ഇന്നത്തെ ഗസയുടെ മേഖലയിലേക്കൊക്കെ പോയി അഭയം പ്രാപിക്കേണ്ട അവസ്ഥകൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം പിന്നീട് അത് വിശാലമായ നിലയിലേക്ക് കൊണ്ടുപോയി താൻ യഹൂദയുടെ ഇസ്രായേലിൻ്റെ രാജാവായി മാറി. അനുഭവത്തിൽ നിന്ന് താൻ പറയുകയാണ്, ദൈവമേ, എൻ്റെ കാലടികൾ വെക്കേണ്ടതിന് നീ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ നരിയാണികൾ വഴുതി പോയതുമില്ല. 5 കാര്യങ്ങളാണ് ദാവീദ് തൻ്റെ അനുഭവങ്ങളിലൂടെ പറയുന്നത് ഈ 2 വാക്യങ്ങളിൽ. 1, ദൈവം രക്ഷയുടെ പരിച അദ്ദേഹത്തിന് കൊടുത്തു. 2, ദൈവത്തിൻ്റെ വലം കരം കൊണ്ട് തന്നെ താങ്ങി. 3, ദൈവത്തിൻ്റെ സൗമ്യത തന്നെ വലിയവനാക്കി. 4, തൻ്റെ കാലടികൾ വെക്കുവാനായിട്ട് സ്ഥലമില്ലാതിരുന്ന വേളകളിൽ ദൈവം തന്നെ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവന്നു. 5, തൻ്റെ കാല് വഴുതിപ്പോകേണ്ടതും കുഴഞ്ഞ കുഴിയിലും ചേറ്റിലും കിടക്കേണ്ടതാണ്. എന്നാൽ ദൈവം തൻ്റെ നരിയാണികളെ ഉറപ്പിച്ചു, കാലുകൾ വഴുതുവാൻ അനുവദിച്ചില്ല. ഈ 5 കാര്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ അന്വർത്ഥമായ കാര്യങ്ങളാണ്. ഈ 5 ദൈവിക പ്രവർത്തനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ദാവീദിൻ്റെ അനുഭവമല്ല, ഇത് നമ്മുടെ അനുഭവം കൂടി ആണ്. 1, ദൈവം രക്ഷയുടെ
ഒരു പരിച എനിക്ക് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ വാളും പരിചയുമൊക്കെയാണ്, നേരിട്ടുള്ള യുദ്ധങ്ങളാണ്. ആ യുദ്ധത്തിൽ വാളുകൾ ഉപയോഗിക്കുമ്പോൾ അത് മിന്നി വയറ്റിലേക്കോ കാലിലേക്കോ കയ്യിലേക്കോ കഴുത്തിലേക്കോ ഒക്കെ വീഴുവാൻ തുടങ്ങുമ്പോൾ പരിച കൊണ്ടാണ് അതിനെ തടയുന്നത്. പരിച ഒരുപക്ഷെ താമരം കൊണ്ടാവാം, ഇരുമ്പ് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹങ്ങൾ കൊണ്ടോ ആകാം. അപ്പോൾ ഈ മൂർച്ചയേറിയ ആ വാള് ആ പരിചയിൽ തട്ടി അത് തെന്നിമാറും, അത് തൻ്റെ ശരീരത്തിൽ കൊള്ളുകയില്ല. അപ്പോൾ രക്ഷയുടെ ഒരു പരിചയാണ് ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കയ്യിലിരിക്കുന്ന ആ പരിച എന്ന് പറയുന്നത് തൻ്റെ ജീവനെ സംരക്ഷിക്കുന്നതാണ്, ശത്രുവിൻ്റെ വാളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ദാവീദിന് ഇത് രക്ഷയുടെ പരിചയാണ്. ആ രക്ഷയുടെ പരിച ദൈവമേ നീ എനിക്ക് നൽകിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രക്ഷകളുണ്ട്. ഡോക്ടർമാർ നിരന്തരം നമുക്ക് വേണ്ടി മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്ന്, ന്യൂമോണിയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോവിഡോ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടാകുമ്പോൾ അത് മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ അവർ പരിശ്രമിക്കുമ്പോൾ അവരുടെ ആ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ അവരുടെ ആ മെഡിക്കൽ പ്രവർത്തനങ്ങൾ ഒരു രക്ഷയുടെ പരിചയമായി മാറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ടതിന് വേണ്ടി മദ്യപാനികളെ അല്ലെങ്കിൽ മറ്റിതര ദുർമാർഗ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മറ്റിതര കയ്യേറ്റങ്ങളെയൊക്കെ തടഞ്ഞ് നമ്മളെ സംരക്ഷിക്കുമ്പോൾ അവർ ഒരു രക്ഷയുടെ പരിചയ പോലെ നമുക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ, ഭരണകർത്താക്കന്മാർ രാജ്യം തകർച്ചയിലേക്ക് പോകാതിരിപ്പാൻ അല്ലെങ്കിൽ കലാപത്തിലേക്ക് പോകാതിരിപ്പാൻ, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കേണ്ടതിന് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് അവർ ഒരു പരിചയമായി മാറുകയാണ്. പക്ഷേ അതൊന്നും രക്ഷയുടെ പരിചയമല്ല. വന്നാലും ഡോക്ടറും മരിക്കും, അവസാനം രോഗിയും മരിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽസിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് സംരക്ഷണവുമായി വരുന്നു, അവസാനം കുറ്റവാളികളും മരിക്കും, പോലീസുകാരും മരിക്കും. ഭരണകർത്താക്കൾ രാജ്യത്തെ സംരക്ഷിക്കാനും മറ്റനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും നിരന്തരം പരിശ്രമിക്കുന്നു. ഭരണകർത്താക്കൾ പരാജയപ്പെടുന്നു, പുതിയ ഭരണം വരുന്നു, അല്ലെങ്കിൽ അവർ മരണം വഴിയായി കടന്നു പോകുന്നു. അപ്പോൾ ഇവരൊക്കെ ഒരു പരിധിവരെ രക്ഷയുടെ സഹായഹസ്തങ്ങൾ നീട്ടുന്നുണ്ടെങ്കിലും രക്ഷയുടെ പരിച എന്ന് പറയുവാനായി കഴിയുകയില്ല. രക്ഷയുടെ പരിച, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശാരീരിക രക്ഷയുണ്ട്, മാനസിക രക്ഷയുണ്ട്, ഭൗതിക രക്ഷയുണ്ട്. ഏതെങ്കിലും വെള്ളത്തിൽ നിങ്ങൾ വീണാൽ നിങ്ങളെ ചാടി അതിൽ നിന്ന് രക്ഷിക്കുന്നത് അതൊരു രക്ഷകനാണ്. ഇങ്ങനെയുള്ള ധാരാളം രക്ഷകൾ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ രക്ഷ ആത്മരക്ഷയാണ്. കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനുഷ്യനിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ശരീരം, മറ്റൊന്ന് അവൻ്റെ ജീവൻ അല്ലെങ്കിൽ ദേഹി, മൂന്നാമത് ആത്മാവ്. ഈ 3 ഘടകങ്ങളാണ് ഒരു മനുഷ്യനിലുള്ളത്. അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ നിരീശ്വരനെന്നോ ഇന്ത്യക്കാരനെന്നോ പാകിസ്ഥാനിയെന്നോ ചൈനക്കാരനെന്നോ വ്യത്യാസമില്ല. മനുഷ്യനാണെങ്കിൽ കാട്ടിൽ കഴിയുന്നവരാണെങ്കിലും നാട്ടിൽ കഴിയുന്നവരാണെങ്കിലും ഹിമപ്രദേശങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും ഏത് മതമുള്ളവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും ഈ 3 ഘടകങ്ങൾ എല്ലാവരിലുമുണ്ട്. ശരീരമുണ്ട്, ജീവനുണ്ട് അല്ലെങ്കിൽ പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഇതിൽ ശരീരത്തിനേക്കാൾ വിലയുള്ളതാണ് ജീവൻ.
കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ ഇതെല്ലാം കരുതി വെച്ചിട്ട്, ഏറെ നാളത്തേക്ക് ജീവിക്കുവാൻ പദ്ധതികളെല്ലാം തയ്യാറാക്കി കരുതി വെച്ചിട്ട് നിൻ്റെ ജീവനെ ദൈവം വിളിച്ചാൽ നീ കരുതി വെച്ചത് ആർക്കാകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കാൾ വലുതാണ് ജീവൻ. ശരീരത്തിന് വേണ്ടിയാണ്, ശരീരത്തിന് ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ യോഗങ്ങൾ കേൾക്കാൻ വരുന്നതും ഞങ്ങൾ പ്രസംഗിക്കുന്നതും അല്ല കുട്ടികൾ പഠിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ വീട് വെക്കുന്നതും ജോലി ചെയ്യുന്നതും സ്ഥലം വാങ്ങിക്കുന്നതും ഇലക്ഷന് നിൽക്കുന്നതും ജയിക്കാൻ പരിശ്രമിക്കുന്നതുമെല്ലാം ഈ ശരീരമുള്ളത് കൊണ്ടാണ്, ജീവനുള്ളത് കൊണ്ടാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ വീടിൻ്റെ ആവശ്യമില്ല, വിവാഹത്തിൻ്റെ ആവശ്യമില്ല, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, രാജ്യത്തിൻ്റെ ആവശ്യമില്ല, വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല, ആരുടെയും സഹായവും ആവശ്യവുമില്ല. എന്നാൽ മരണം വരെ ഈ സഹായങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പോൾ ജീവനേക്കാൾ ചെറുതാണ് ശരീരം, ശരീരത്തെക്കാൾ വലുതാണ് ജീവൻ. നമ്മുടെ പ്രാണൻ രക്തത്തിലാണ്. ആ രക്തത്തിൽ ആ ജീവൻ നമ്മുടെ ശരീരത്തിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. മരണം സംഭവിക്കുന്നത് പ്രാണനിലാണ്. ആത്മാവിൽ സംഭവിക്കുന്ന മരണം ആത്മീകമാണ്. അക്ഷരീകമായ മരണം അക്ഷരീകമായ നിലയിൽ തന്നെ പ്രാണനിലാണ് ഉണ്ടാകുന്നത്. പ്രാണൻ മരിച്ചാൽ പിന്നെ ശരീരത്തിന് അധികം നിൽക്കുവാൻ കഴിയുകയില്ല. അതിലെ അവയവങ്ങൾ പ്രാണനുള്ള ഒരു ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചാൽ അത് വീണ്ടും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പ്രാണനുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. കണ്ണാകട്ടെ, ഹൃദയമാകട്ടെ, കിഡ്നി ആകട്ടെ, പാങ്ക്രിയാസ് ആകട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും ഫങ്ഷൻ ചെയ്യുന്നത് പ്രാണനുള്ളത് കൊണ്ടാണ്. പ്രാണനില്ലെങ്കിൽ പിന്നെ ശരീരാവയവങ്ങൾ ഒന്നും വർക്ക് ചെയ്യില്ല. പ്രാണൻ നഷ്ടപ്പെട്ട ഒരു ശരീരത്തിൽ നിന്ന് കണ്ണോ ഹാർട്ടോ കിഡ്നിയോ മണിക്കൂറിനുള്ളിൽ പ്രാണനുള്ള ഒരാളിൽ വെച്ച് പിടിപ്പിച്ചാൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ പ്രാണനാണ് ശരീരത്തെക്കാൾ പ്രധാനം. പ്രാണനേക്കാളും ശരീരത്തെക്കാളും പ്രാധാന്യമുള്ളതാണ് ആത്മാവ്. കാരണം ആത്മാവിന് ശരീരം കൂടാതെ ജീവിക്കാൻ കഴിയും, ആത്മാവിന് പ്രാണൻ കൂടാതെ ജീവിക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ പറയാം, ശരീരത്തിന് ആത്മാവിന് ശരീരത്തെ കൂടാതെ ജീവിക്കാൻ കഴിയും, പക്ഷെ ശരീരത്തിന് ആത്മാവിനെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. ആത്മാവിന് പ്രാണനെ കൂടാതെ ജീവിക്കാൻ കഴിയും, പക്ഷേ പ്രാണന് ആത്മാവിനെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. ആത്മാവിന് ശരീരത്തിൻ്റെ സപ്പോർട്ടോ പ്രാണൻ്റെ സഹായമോ ആവശ്യമില്ല. അതൊരിക്കലും മരിക്കുന്നില്ല. ആത്മാവിന് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെയും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും ആ പ്രാണൻ ആത്മാവിന് ഒരേ വിലയാണുള്ളത്, ഒരേ തൂക്കമാണുള്ളത്. പക്ഷെ ശരീരത്തിലും പ്രാണനിലും വരുമ്പോൾ വലിയ വ്യത്യാസം വരും. ബ്രാഹ്മണനും ചണ്ടാളനും, കറുത്തവനും വെളുത്തവനും, വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും ശരീരവും പ്രാണനവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഈ ലോകത്തിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആത്മാവിന് ഒരു വ്യത്യാസവുമില്ല. ഒരു ബ്രാഹ്മണൻ്റെ ആത്മാവിൻ്റെ വില എത്രയുണ്ടോ അതുതന്നെയാണ് മറ്റൊരാളുടെ ആത്മാവിനുമുള്ളത്. ആത്മാവ് തുല്യമാണ്. ആത്മാവിന് വില കൂടുതലോ വില കുറവോ ഇല്ല. ശരീരത്തിനതുണ്ടാവും, പ്രാണനതുണ്ടാകും. കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ഒക്കെ അനുസരിച്ച്, വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. അത് മരണത്തോടുകൂടി അവസാനിക്കും. ആ ഏറ്റക്കുറച്ചിലുകൾ മാറ്റുവാൻ മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും അത് മാറുകയുമില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആത്മാവിന് ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ല. പാസ്റ്ററുടെ ആത്മാവിനും വിശ്വാസിയുടെ ആത്മാവിനും നിരീശ്വരൻ്റെ ആത്മാവിനും ദൈവഭക്തിയുള്ള ആളിൻ്റെ ആത്മാവിനും
കള്ളൻ്റെ ആത്മാവിനും കൊള്ളക്കാരൻ്റെ ആത്മാവിനും കൊലപാതകൻ്റെ ആത്മാവിനും ഭക്തൻ്റെ ആത്മാവിനുമെല്ലാം ഒരേ തൂക്കമാണുള്ളത്, ഒരേ വിലയാണുള്ളത്, ഒരേ അവസ്ഥയല്ല ഒരേ നിലയാണുള്ളത്. പക്ഷെ മരണം വന്നു കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വരും. ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് കണ്ടെത്തിയ ഒരാൾ മാത്രമേ ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. നസ്രയനായ യേശുവാണ്. ആ യേശു പറഞ്ഞു, സർവ്വലോകവും നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ മുഴുവൻ സ്വർണങ്ങളെ എടുത്തു വെച്ചാലും, ബഹറിലെ എല്ലാ മുത്തുകളും സംഘടിപ്പിച്ചാലും, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ എണ്ണപ്പാടങ്ങളിലെ എണ്ണകൾ ശേഖരിച്ചു വെച്ചാലും, ഈ പ്രപഞ്ചം മുഴുവൻ തൂക്കിയാലും ആത്മാവിന് അതിനേക്കാൾ വിലയുണ്ടാകും. അപ്പോൾ ലോകത്തിൽ ധാരാളം വിലയുള്ള കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലതും നമുക്കുണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ കണ്ണിനും നിങ്ങളുടെ ഹാർട്ടിനും നിങ്ങളുടെ ഹൃദയവും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇന്ന് ഒരു 4-5 കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഈ 3 കാര്യങ്ങൾ, കണ്ണും ഹാർട്ടും കിഡ്നിയും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 5 കോടി രൂപയിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കോടീശ്വരന്മാരാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ അവയവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ കോടീശ്വരന്മാരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ വില, ഈ ഭൂമിക്ക് എത്ര വിലയുണ്ടോ, ഈ ഭൂമിയിലെ ധാതുക്കൾക്ക് എത്ര വിലയുണ്ടോ, ഈ ഭൂമിയിലെ സ്വർണത്തിന് എത്ര വിലയുണ്ടോ, അതിനേക്കാൾ വിലയുള്ളതാണ് ആത്മാവ്. അപ്പോൾ എത്ര വലുതാണ് ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ രക്ഷയെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മാതാപിതാക്കൾ, രക്ഷാപ്രവർത്തകർ ഒക്കെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെ നമ്മൾ പ്രശംസിക്കുമ്പോൾ തന്നെ, അതിനെ വിലയുള്ളതായി കാണുമ്പോൾ തന്നെ, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഡോക്ടർമാർക്ക് കഴിയുമോ? ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുമോ? മനുഷ്യനെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയും? പ്രധാനമന്ത്രിക്ക് കഴിയുമോ? പ്രസിഡന്റിന് കഴിയുമോ? ഇലക്ഷനിലെ ഓരോ വ്യക്തികളുടെയും പ്രതിജ്ഞകളും അവർ നാടിനു വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവരുടെ പ്രകടന പത്രികയിൽ അവർ പറയാറുണ്ട്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നയെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഇവരുടെ ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഞങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ പാപം മോചിച്ചു തരാം, ഞങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ ശാപം മോചിച്ചു തരാം, ഞങ്ങളെ ജയിപ്പിച്ചാൽ മരണത്തിൽ നിങ്ങളെ രക്ഷിക്കാം, ഞങ്ങളെ ജയിപ്പിച്ചാൽ ന്യായവിധിയിൽ നിങ്ങളെ വിടുവിക്കാം, ഞങ്ങളെ ജയിപ്പിച്ചാൽ നരകത്തിൽ നിങ്ങളെ രക്ഷിക്കാം എന്ന് ഒരു പ്രകടന പത്രിക ആരെങ്കിലും ഇറക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല. ലോകത്തിലെ ഏതെങ്കിലും ഒരു മതം അത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഫിലോസഫേഴ്സ് അത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ അത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒരാൾ പറഞ്ഞു, അത് മറ്റാരുമല്ല, അത് നസ്രയനായ യേശുവാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. വാസ്തവത്തിൽ യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ, യേശു ജനിക്കുന്നതിന് മുൻപ് മാലാഖയിലൂടെ ദൈവം യോസഫിനോട് പറയുന്ന വചനങ്ങൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുക കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. എനിക്ക് നിങ്ങൾക്കുമൊക്കെ മാതാപിതാക്കൾ പേരിട്ടിട്ടുണ്ട്. എന്നാൽ യേശുവിനിട്ട പേര്, പിതാവായ ദൈവം ഇട്ട പേര്, ദൂതനിലൂടെ ഇട്ട പേര് പാപവിമോചകൻ എന്നായിരുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അത് മുഖാന്തരമുണ്ടായ മരണത്തിൽ നിന്ന്, ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല, വൃക്ഷലതാദികളുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല, ഇഴജന്തുക്കളുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല, ജലജന്തുക്കളുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല,
ഗോളങ്ങൾ, താരാപഥങ്ങളിൽ ആരുമുണ്ടായിരുന്നില്ല. സ്വർഗത്തിലെ ദൂതഗണങ്ങളിൽ ആരുമുണ്ടാകാതെ വന്നപ്പോൾ ദൈവം തന്നെ ഒരു ശിശുവായി, ഒരു മകനായി നൽകപ്പെടുവാൻ തീരുമാനിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 നമ്മളിങ്ങനെ വായിക്കുന്നു: നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പലസ്തീനിൽ ജീവിച്ചിരുന്ന ജൂതന്മാരുടെ ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ്. അന്ന് യേശു ജനിച്ചിട്ടില്ല, ക്രൈസ്തവരുണ്ടായിട്ടില്ല. യെശയ്യാ പ്രവചിക്കുകയാണ്. ആ പ്രവചനം ഗ്രന്ഥം ജൂതന്മാരുടെ ഒരു മതഗ്രന്ഥമായിട്ട് അവർ സൂക്ഷിക്കുന്നു. ഇതിൻ്റെ കൈയെഴുത്ത് പ്രതികൾ ചാവുകിടൽ ചുരുൾ എന്ന് പറയുന്ന കുമ്രാൻ മലനിരകളിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ചാവുകിടൽ ചുരുൾ മ്യൂസിയങ്ങളിൽ വളരെ വിലമതിപ്പോടുകൂടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുണ്ടാകുന്നതിന് മുൻപേ, മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ക്രിസ്തു ഇവിടെ ജനിക്കുന്നതിന് മുൻപേ എഴുതപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുള്ള ആ പുസ്തകം ഇന്ന് നിലവിലുണ്ട്. നമുക്ക് കാണുവാൻ കഴിയും, നമുക്ക് പരിശോധിക്കുവാൻ കഴിയും. അതിൽ യേശുവിനെക്കുറിച്ച് പറയുകയാണ്: പാപികളുടെ മോചനത്തിനു വേണ്ടി, അവരുടെ അകൃത്യങ്ങളുടെ യാഗത്തിനു വേണ്ടി യേശു വരുമെന്ന് യെശയ്യാവ് 53 പ്രവചിക്കും നമുക്ക് കാണുവാനായി കഴിയും. ആ യേശു കർത്താവ് ഒരു ശിശുവായി വരും, ഒരു മകനായി വരും. വാസ്തവത്തിൽ ആ മകൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 10-30 യേശു പറഞ്ഞത്: ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന്. അപ്പോൾ നാം ശ്വസിക്കുന്ന വായുവും, നാം കുടിക്കുന്ന ജലവും, നാം നിൽക്കുന്ന ഈ ഭൂമിയും, നാം കാണുന്ന ഈ താരാപഥങ്ങളെയുമെല്ലാം സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സത്യദൈവമായ യഹോവ മനുഷ്യൻ്റെ പാപം മോചിക്കാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട്, ആർക്കും അതിന് യോഗ്യതയില്ലാതിരുന്നത് കൊണ്ട്, മനുഷ്യൻ്റെ ശാപം മോചിക്കുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട്, ആർക്കും അതിന് യോഗ്യതയില്ലാതിരുന്നത് കൊണ്ട്, മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട്, ആർക്കും അതിന് കഴിയാത്തത് കൊണ്ട്, മനുഷ്യനെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട്, ആർക്കും കഴിയാത്തത് കൊണ്ട്, മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട്, ആർക്കും കഴിയാത്തത് കൊണ്ട്, യഹോവയായ ദൈവം തന്നെ, വീരനാം ദൈവം തന്നെ ഒരു ശിശുവായി, കന്യകാസുതനായി ബേത്ലഹേമിൽ ജനിക്കുകയാണ്. അപ്പോൾ ആ ജനിക്കുന്നതിന് മുൻപ് പറഞ്ഞ കാര്യമാണ് ഇവിടെ ദൂതൻ ഗബ്രിയേൽ യോസഫിനോട് പറഞ്ഞ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവർക്ക് അവൻ യേശു എന്ന് പേരിടണം. അങ്ങനെയാണ് യേശു എന്ന പേര് ദൈവകുമാരന് ലഭിച്ചത്. കർത്താവ് ഇവിടെ 33.5 വർഷത്തോളം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. മനുഷ്യൻ ഏതൊരു കാലങ്ങളിലും ദൈവമാകാൻ ഒരാഗ്രഹമുണ്ട്. അവൻ അതിന് ഒരു ഉത്കടമായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അവനിൽ കൊടുത്തത് മതങ്ങളൊന്നുമല്ല, മനുഷ്യരുമല്ല. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, സംസ്കാരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, നാഗരികതകൾ ഉണ്ടാകുന്നതിന് മുൻപേ, ഈ പള്ളിപ്പാടിൻ്റെ പ്രദേശത്ത് ആരുമില്ലാതിരുന്ന കാലത്ത്, അമേരിക്കയിലും യൂറോപ്പിലും ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്ന കാലത്ത്, ഇന്ത്യയിൽ ആരും ജനിക്കാതിരുന്ന കാലത്ത്, യൂറോപ്പിൽ ആര്യന്മാർ ഉണ്ടാകുന്നതിന് മുൻപ് ഭൂമിയിൽ 2 മനുഷ്യർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ സാത്താൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചാൽ നിനക്ക് ദൈവത്തെ പോലാകാമെന്ന്. അപ്പം സാത്താനാണ് ദൈവമാകാൻ കഴിയുമെന്ന് മനുഷ്യനെ പറഞ്ഞു പറ്റിച്ചത്. കാരണം അവൻ ഈ ലോകത്തിൻ്റെ ദൈവമായിട്ടാണ് നടക്കുന്നത്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അവനും ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 6 പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. അപ്പോൾ സ്വർലോകം ഉണ്ട്, അത് സാത്താൻ്റെ സ്വർഗമാണ്. വെളിപ്പാട് പുസ്തകം 20:7 നമ്മൾ വായിച്ചാൽ സ്വർഗത്തിൽ പിന്നെ ഒരു യുദ്ധമുണ്ടായി. സാത്താൻ പ്രധാന ദൂതനായ മീഖായേലുമായിട്ട് ഏറ്റുമുട്ടി. സ്വർഗത്തിൽ പിന്നെ അവൻ്റെ സ്ഥലം കണ്ടതുമില്ല. അപ്പോൾ സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്, അവന് സ്വർഗമുണ്ട്. അത് ഒന്നാം സ്വർഗമാണ്. പല സ്വർഗങ്ങളുണ്ട്. യേശു ഉള്ള സ്വർഗമുണ്ട്, ഏലിയാവ് പോയ സ്വർഗമുണ്ട്, അതുപോലെ തന്നെ പൗലോസ് പോയ സ്വർഗമുണ്ട്. യേശു പോയ സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ ആരും ഇതുവരെയും പോയിട്ടില്ല. പൗലോസും പോയിട്ടില്ല, ഏലിയാവും പോയിട്ടില്ല, പിശാചും പോയിട്ടില്ല. പക്ഷെ പിശാച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്ക ചെന്നു എന്നൊക്കെ നമ്മൾ യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അത് വേറെ സ്വർഗമാണ്. ഒന്നാം സ്വർഗമാണ് സാത്താൻ്റെ സ്വർഗം. അവിടെ എല്ലാ ഉഡായിപ്പുകളും ഉണ്ട്, എല്ലാ പരിപാടികളും അവൻ നൽകും. എന്നെ ആരാധിച്ചാൽ നിനക്ക് കാമിനിമാരെ തരാം, ചാരായം തരാം, അതെല്ലാം ഇവിടെ ഉണ്ട്, ഒഴുകുകയാണെന്നൊക്കെ പറയും. അപ്പോൾ സാത്താൻ്റെ സ്വർഗം ഒന്നാം സ്വർഗമാണ്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവവുമാണ്. അവന് നമ്മളെല്ലാവരും നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൻ്റെ ദൈവമാണ്, ചതിക്കുന്ന ദൈവമാണ്, വഞ്ചിക്കുന്ന ദൈവമാണ്. ദൈവമൊഴികെ മറ്റെന്തിനെയെങ്കിലും അവൻ ആരാധിക്കണം, മനുഷ്യൻ ആരാധിക്കണം. അങ്ങനെ അവൻ സ്വയം വിഡ്ഢിയാകണം, ദൈവത്തെ അപമാനിക്കണം. ഇനി ദൈവവിശ്വാസമില്ലെങ്കിൽ ദൈവവുമില്ല, സാത്താനുമില്ല എന്ന് അവൻ ജനങ്ങളെ കൊണ്ട് പറയിക്കും. താനില്ലെന്ന് പറഞ്ഞാലും ദൈവമില്ലെന്ന് പറയുന്നതിൽ സന്തോഷമുള്ളവനാണ് അവൻ. അവൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം ഒരു ശിശുവായി ബേത്ലഹേമിൽ ജനിക്കുകയാണ്. 33.5 വർഷങ്ങൾ ഇവിടെ ജീവിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇവിടെ മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി. ഒരു മനുഷ്യനും ഭൂമിയിൽ ചെയ്യുവാൻ കഴിയാത്ത അതുല്യമായ കാര്യങ്ങൾ ഒരു പൈസ പോലും ആരോടും ചോദിക്കാതെ താൻ അത്ഭുതം നടത്തിയ സ്ഥലത്ത് ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടാക്കി ജനങ്ങളെ അവിടെ വശീകരിച്ചു കൊണ്ടുവന്ന് പണം പിടങ്ങുന്ന ഒരു തന്ത്രവും ചെയ്യാതെ, ആരിൽ നിന്നും ഒരു നേർച്ചയും വാങ്ങിക്കാതെ, ആർക്കും ചെയ്യുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ യേശു ചെയ്തു. അതുകൊണ്ട് പാപം മോചിക്കപ്പെടുകയില്ലല്ലോ, ശാപം മോചിക്കപ്പെടുകയില്ലല്ലോ. യേശു ഉപദേശിച്ചതുപോലെ ആർക്കും ഇതുവരെ ഉപദേശങ്ങൾ നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സോക്രട്ടീസ് ഉണ്ട്, അരിസ്റ്റോട്ടിലുണ്ട്, പ്ലേറ്റോയുണ്ട്, മത നേതാക്കന്മാരുണ്ട്, മതസ്ഥാപകരുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് എല്ലാം ഇത്ര കൃത്യമായി പറഞ്ഞവരാൽ ഭൂമിയിലുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. തൻ്റെ ജീവിതം പരിശുദ്ധമായിരുന്നു. ശുദ്ധരാണ്, മഹാന്മാരാണ്, നല്ലവരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ ആൾക്കാരെ നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചതുപോലെയല്ല. മനുഷ്യനാണോ? അവരെത്ര മഹാന്മാരാണെങ്കിലും അവരിൽ അവരുടേതായ വീക്ക്നെസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു കാണുകയില്ല. മനുഷ്യന് ഉത്കടമായ ഒരു ആഗ്രഹമുണ്ട് ദൈവമാകണമെന്ന്. അത് സാത്താൻ്റെ തന്ത്രമാണ്. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും ദൈവമാകുകയില്ല. അവൻ ദൈവമല്ല, അവൻ നാളെ ദൈവമാകുകയുമില്ല. അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് മനുഷ്യനെ ദൈവമാക്കുന്നത്. മനുഷ്യനെ ദൈവമാകാം, നീ ദൈവമാണ്, വാസ്തവത്തിൽ നീ ദൈവമാണ്, ആ ഒരു അറിവ് നിനക്ക് ഉണ്ടാകണം. നീ രണ്ടല്ല, നീ ഒന്നാണ് എന്നുള്ള ഈ ഫിലോസഫി എല്ലാം തികച്ചും സൈറ്റാനിക്കാണ്. നീ രണ്ട് തന്നെയാണ്, ഒരിക്കലും ദൈവമല്ല. സൃഷ്ടിയും സൃഷ്ടിതാവും ഒന്നുമല്ല. ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. മനുഷ്യൻ ഒരിക്കലും ദൈവമാകാനൊക്കെയില്ല.
എന്നിട്ടും സാത്താൻ്റെ പ്രവർത്തനത്താൽ മനുഷ്യൻ ദൈവമാകുമ്പോൾ ദൈവം മനുഷ്യനായി വന്ന ഒരാളുണ്ടെങ്കിൽ ആ നസ്രയനായ യേശു മാത്രമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. അപ്പോൾ യേശുവിൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളും തൻ്റെ വിശുദ്ധ ജീവിതവും താൻ നടത്തിയ അത്ഭുത പ്രവർത്തനങ്ങളും ഒന്നും ആത്മരക്ഷയ്ക്ക് കാരണമല്ലല്ലോ, പാപമോചനത്തിന് കാരണമല്ലല്ലോ, ശാപമോചനത്തിന് കാരണമല്ലല്ലോ. പാപം മോചിക്കപ്പെടണമെങ്കിൽ, ശാപം മോചിക്കപ്പെടണമെങ്കിൽ എന്തുകൊണ്ടവന് ശാപമുണ്ടായി? എന്തുകൊണ്ടവന് പാപമുണ്ടായി? അവന് പാപമുണ്ടായത്, ശാപമുണ്ടായത് അനുസരണക്കേട് മുഖാന്തരമാണ്. അതുകൊണ്ട് ഒരു അനുസരണത്തിലൂടെ മാത്രമേ അവനെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. പാപം കൽപ്പനാ ലംഘനമാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യുന്നു, അത് ട്രാഫിക് വയലൻസ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ പണിഷ്മെൻ്റ് ഉണ്ടാകും. അത് നിങ്ങൾ ആ പണം എത്രയാണോ അത് കൊടുത്തേ വെക്കൂ. അതാർക്കാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രിക്കാണോ, ട്രാഫിക് പോലീസിനാണോ, അതോ കോടതിക്കാണോ? ആർക്കാണ് ഈ പണം കെട്ടിവെക്കുന്നത്? ആ നിയമത്തിനാണ് നിങ്ങൾ പണം കെട്ടിവെക്കുന്നത്. നിയമം, ആ പണം വെക്കേണ്ടി വന്നത് ആ നിയമലംഘനമാണ്. ആ പണം കെട്ടിവെക്കാതെ നിങ്ങൾക്ക് വിമോചനമില്ല. നിങ്ങൾ ആ പണം കെട്ടിവെച്ചില്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം. പക്ഷേ നിങ്ങൾ ട്രാഫിക് വയലൻസ് നടത്തിയിട്ടില്ലെങ്കിൽ ആരും നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല, ഒരു ഫൈനും വരികയില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ രേഖയുണ്ടെങ്കിൽ, അതിൻ്റെ ചിത്രമുണ്ടെങ്കിൽ നിങ്ങൾ പണം മുടക്കി വെക്കൂ, അടച്ചു വെക്കൂ. ആ പണം പോലീസുകാരനൊന്നുമല്ല. ആ പണം പൊതുവായിട്ട് നമ്മുടെ ഖജനാവിലേക്ക് പോകുമെങ്കിലും അത് നിയമത്തിന് വേണ്ടിയാണ് കെട്ടിവെക്കുന്നത്. അത് കള്ളനോട്ടായാൽ നിങ്ങൾ വീണ്ടും ശിക്ഷിക്കപ്പെടും. അത് ഡോളറിൽ കൊടുക്കാനൊക്കെയില്ല, അത് റൂബിളിൽ കൊടുക്കാനൊക്കെയില്ല. നിങ്ങൾ ഇന്ത്യയിലാണ് ആ നിയമലംഘനം നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കണം. അതിലൊരു പൈസ കുറയാൻ പാടില്ല, കൂടുതൽ കൊടുക്കാനും പാടില്ല. കാരണം നിയമമാണ്. 500 രൂപയാണ് നിങ്ങളുടെ ഫൈനെങ്കിൽ 499 രൂപ അടച്ചാലും നിങ്ങൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് അതിൻ്റെ നിലയിൽ കൊടുക്കണം. അപ്പോൾ അനുസരണക്കേടാണ് പാപം വരുവാൻ കാരണം. അതുകൊണ്ടൊരാൾ അനുസരിക്കണം. അനുസരിച്ചുകൊണ്ട് ഒരാൾ ആ പ്രായശ്ചിത്തം കെട്ടിവെക്കണം. അപ്പോൾ ഇവിടെ പാപം ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനോടല്ല, ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളോടല്ല, പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവത്തോടാണ് കൽപ്പന ലംഘിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് ലംഘിച്ചിരിക്കുന്നത്. ആ കൽപ്പനയുടെ ലംഘനത്തിനാണ് പാപമെന്ന് പറയുന്നത്. ആ കൽപ്പനയുടെ ലംഘനത്തിൻ്റെ കോൺസിക്വൻസാണ് ശാപമെന്ന് പറയുന്നത്. അതിൻ്റെ ശിക്ഷയാണ് അന്ത്യന്യായവിധിയിലുള്ള ശിക്ഷ. അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നരകമാണ്. എന്നാൽ നിങ്ങൾ പാപം ചെയ്യാതിരുന്നാൽ ദൈവം നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല, ഒരു നരകത്തിലും നിങ്ങൾ പോകണ്ട. പക്ഷേ ആർക്കെങ്കിലും ഭൂമിയിൽ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ മുഴുവൻ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമോ? ഒരു വ്യക്തിക്കും അത് കഴിയുകയില്ല. ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ടുണ്ടാകും. അവൻ ദൈവത്തിൻ്റെ നിയമത്തെ വയലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, അത് അനുസരണക്കേടിലൂടെ ആയതുകൊണ്ട്, ഒരനുസരണത്തിലൂടെ ആ പണിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പരിഹാരം
അതിൻ്റെ ഫീസ് അടച്ച് അവൻ രക്ഷപ്പെടാം. അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും, അവൻ നരകമാകുന്ന ജയിലിൽ പോകും. അത് ന്യായമായ ഒരു കാര്യമാണ്. പക്ഷേ അനുസരണം കെട്ട മനുഷ്യന് എങ്ങനെ അനുസരിക്കാൻ കഴിയും? അല്ല, ദൈവത്തിന് എന്ത് പ്രായശ്ചിത്തം കൊടുക്കാൻ അവൻ്റെ കയ്യിലുണ്ട്? എനിക്കിവിടുത്തെ കോടതിക്ക് കാശ് കൊടുക്കാനുണ്ട്, കോടതി അത് അംഗീകരിക്കും. മനുഷ്യർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമുണ്ട്, മനുഷ്യരത് അംഗീകരിക്കും. പക്ഷെ ദൈവത്തിന് കൊടുക്കാൻ എൻ്റെ രൂപയും കൊണ്ടുപോയാൽ ദൈവം അത് വാങ്ങിക്കുമോ? അല്ല, എന്തെങ്കിലും കുറേ പാലോ കുറേ നെയ്യോ ആയിട്ട് ഞാൻ പോയാൽ ദൈവം പറയുകയല്ലേ, എൻ്റെ കുഞ്ഞെ, പശുക്കളെയെല്ലാം ഞാനാണ് സൃഷ്ടിച്ചത്, ഞാൻ സൃഷ്ടിച്ച പശുവിൻ്റെ പാലും നെയ്യും കൊണ്ട് നീ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ചെയ്യാനിരിക്കുന്നു. ഇനി ഇവിടുത്തെ ഏതെങ്കിലും ഫലവൃക്ഷത്തിൽ നിന്ന് ചക്കയോ മാങ്ങായോ വാഴയോ വാഴക്കൊലയോ എല്ലാം കൂടെ വെട്ടിക്കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ, എൻ്റെ മക്കളെ, എല്ലാ വൃക്ഷലതാദികളെയും സസ്യങ്ങളെയും ഞാനാണ് സൃഷ്ടിച്ചത്, നീ പിന്നെ ഈ വാഴക്കൊലയുമായിട്ട് വന്നാൽ എന്നെ എങ്ങനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും? ഇനി ദൈവത്തിന് ഒരു സ്വർണ്ണ കിരീടമൊക്കെ ഉണ്ടാക്കി, അതിനകത്ത് അല്പം പോലും ചെമ്പോ മറ്റൊന്നും ചേർക്കാതെ തനി തങ്കം കൊണ്ട് ഒരു കിരീടം കൊണ്ടുണ്ടാക്കിയാൽ ദൈവം പറയും, എൻ്റെ മക്കളെ, ഈ മെറ്റൽസ് എല്ലാം, ഈ സ്വർണമെല്ലാം ഞാനല്ലേ സൃഷ്ടിച്ചത്, പിന്നെ നീ ഈ 3 പവൻ്റെ ഈ കിരീടം വെച്ച് ആരുടെ തലയിൽ വെക്കാനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നുകയില്ലേ? അല്ല, ഇനി അതെല്ലാം പോട്ടെ, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റേതാണ്, ലോകങ്ങളെല്ലാം ദൈവത്തിൻ്റേതാണ്. ഇനി നമ്മുടെ കണ്ണ് രണ്ടും കൂടെ ചൂഴ്ന്നെടുത്ത് ദൈവത്തിന് കൊടുത്താൽ ദൈവം പറയില്ല, എൻ്റെ കുഞ്ഞെ, നീയാണോ കണ്ണ് സൃഷ്ടിച്ചത്? നിൻ്റേതാണോ? നീ ഉണ്ടാക്കിയ കണ്ണാണോ ഇത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നമ്മുടെ ഹാർട്ട് കൊടുത്താൽ, നമ്മുടെ ബ്ലഡ് കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കിയ വല്ലതുമുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാൻ മനുഷ്യൻ്റെ കയ്യിലൊന്നുമില്ല. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. മാതാവിന് കൊടുക്കാൻ കാണും, പിതാവിന് കൊടുക്കാൻ കാണും, മകന് കൊടുക്കാൻ കാണും, പോലീസുകാരന് കൊടുക്കാൻ കാണും, ഡോക്ടർക്ക് കൊടുക്കാൻ കാണും, ഗവൺമെൻറ്റിന് കൊടുക്കാൻ കാണും, കോടതിക്ക് കൊടുക്കാൻ കാണും. പക്ഷെ ദൈവത്തിന് കൊടുക്കാൻ മനുഷ്യൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി ഉള്ളതെല്ലാം ആ ദൈവത്തിൻ്റെ ദാനവും പാപപങ്കിലവുമാണ് ആക്കിയതാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യനവിടെ നിസ്സഹായനായതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി വന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ മോചിക്കാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, സസ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, താരാപഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ദൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആരുമില്ലാതിരുന്നത് കൊണ്ട് പിതാവായ ദൈവം ശിശുവായി വന്നു. ആ ശിശുവായി വന്ന കർത്താവ് തൻ്റെ പിതാവിനെ അനുസരിച്ചു. ബൈബിൾ നിങ്ങൾ നോക്കുക, പിതാവ് പറയുന്ന കാര്യങ്ങളെല്ലാമാണ് താൻ ചെയ്യുന്നത്. ഒരൊറ്റ കാര്യവും താൻ ലംഘിക്കുന്നില്ല. ഒന്നാമത്തെ ആദാം അനുസരണക്കേട് കൊണ്ട് പാപമുണ്ടാക്കിയെങ്കിൽ രണ്ടാമത്തെ ആദാം അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീരുകയാണ്. അനുസരണത്തിൻ്റെ മർമ്മം അതാണ്. അനുസരണക്കേടാണ് പാപം. ഇനി മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ നിയമലംഘനമായതുകൊണ്ട് ദൈവത്തിൻ്റെ കോടതി ആവശ്യപ്പെടുന്നതാണ് അവിടെ പാപ പരിഹാരമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. രക്തം ചീന്തിയല്ലാതെ പാപമോചനം അസാധ്യമാണ്. ഇത് സ്വർഗീയ കോടതിയുടെ നിയമമാണ്. ആ രക്തം അനുസരണമുള്ള ഒരാളുടെ ആയിരിക്കണം. ആ രക്തം പാപരഹിതമായിരിക്കണം. ആ രക്തം പാപികൾക്ക് വേണ്ടി ചൊരിയപ്പെടണം. അത് ആത്മഹത്യയാകാൻ പാടില്ല, അത് കൊലപാതകമാകാൻ പാടില്ല. അതൊരു യാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നതായിരിക്കണം. അതുകൊണ്ടാണ് യേശു കന്യകാസുതനായിട്ട് ജനിച്ചത്. ഒരു കാലങ്ങളിൽ ഈ സ്ത്രീ പുരുഷ സംയോഗം കൂടാതെ കുഞ്ഞുങ്ങൾ ജനിക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു അജ്ഞാതകാലം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു.
അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയയെ തെറ്റായ കണ്ണുകളോടുകൂടി ആൾക്കാർ കണ്ടു. ജൂതന്മാരും അങ്ങനെ കണ്ടിട്ടുണ്ട്. യേശു വഴിപിഴച്ച നിലയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുവാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ചിലർ തയ്യാറായി. ഇപ്പോൾ വിവരമുള്ള അതിന് കാരണമുണ്ട്. സ്ത്രീ പുരുഷ സംയോഗം കൂടാതെ, ഒരു സ്ത്രീയുടെ കന്യകാത്വം നഷ്ടപ്പെടുത്താതെ, ഒരു പാപവും ചെയ്യാതെ വിശുദ്ധിയായിട്ട് ജീവിച്ച് ഭർത്താവിൻ്റെ അനുവാദത്തോടെ, ഭർത്താവുമായി യാതൊരു ബന്ധവും പുലർത്താതെ അവൾക്ക് പ്രസവിക്കുവാനായി കഴിയും. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭ്രൂണ സംയോജനം പുറത്തു വച്ചിട്ട് എൻട്രിയോമെട്രിയത്തിൽ സ്ഥാപിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന പദ്ധതികൾ ഇന്ന് കേരളത്തിൽ ഉണ്ട്. ഒരു പാപവും ചെയ്യണ്ട, ഒരു ലൈംഗിക ബന്ധവും ചെയ്യണ്ട, അങ്ങനെ ചിന്ത പോലും വേണ്ട. വിശുദ്ധിയോട് ജീവിച്ച് ഒരു പുരുഷൻ്റെ ശാരീരിക ബന്ധം കൂടാതെ ഒരു സ്ത്രീക്കിന്ന് അമ്മയാകാം. അപ്പം അങ്ങനൊരു കാലഘട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്നാരും ആ കാര്യം പറയുന്നത് കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ജനിച്ചാലും ഏത് പുരുഷനിൽ നിന്ന് അതെടുത്തുവോ ആ പുരുഷൻ്റെ കോശങ്ങൾ, ആ ക്രോമോസോമുകൾ, അതിന് ജീനുകൾ ആ ജനിക്കുന്ന കുട്ടിയിൽ ഉണ്ടാകും. ഈ മനുഷ്യൻ്റെ കോശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജിനോം കോഡുകളെക്കുറിച്ചുള്ള ഒരു വലിയ പഠനം കുറേ രാജ്യങ്ങൾ ചേർന്ന് ഈ അടുത്ത കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നടത്തി. ഏതാണ്ട് 13 രാജ്യങ്ങൾ, അമേരിക്കയുണ്ട്, ഫ്രാൻസുണ്ട്, ഗ്രേറ്റ് ബ്രിട്ടനുണ്ട്, ചൈനയുണ്ട്, കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ആ പഠനം നടത്തിയത്. അത് മനുഷ്യ ശരീരത്തിലെ ജിനോം കോഡുകൾ, ജിനോം കോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ലളിതമായിട്ട് പറയാം. നമ്മുടെ കോശങ്ങൾ ഒരത്ഭുത ലോകമാണ്. കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ കലകൾ ഉണ്ടാകുന്നത്. കലകൾ ആണ് അവയവങ്ങളായി മാറുന്നത്. അവയവങ്ങളുടെ സംയുക്തമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വിരലിൽ തന്നെ കോടാനുകോടി കോശങ്ങൾ ഉണ്ട്. ആ കോശങ്ങൾക്കകത്ത് ഭയങ്കരം വർക്കുകൾ നടക്കുന്നുണ്ട്. അമീന അമ്ലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് DNA നിർദ്ദേശപ്രകാരം RNA പ്രവർത്തനത്താൽ ഇവിടെ മാംസം ഉണ്ടാകുന്നുണ്ട്. ഈ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സ്ത്രീയിൽ അവളുടെ ക്രോമോസോമുകളുടെ അവസാനത്തെ ജോഡി 23ാമത്തെ ജോഡി അല്ലെങ്കിൽ 47ഉം 48ഉം ക്രോമോസോമുകളിലെ എക്സും ഒരു പുരുഷനിലെ ആ ക്രോമോസോമുകളുടെ അവസാനത്തെ ജോഡിയിലെ ആ വൈയും ചേരുമ്പോഴാണ് ഒരു പുരുഷൻ ഇവിടെ ജനിക്കുന്നത്. ആ സ്ത്രീയിലെ ക്രോമോസോമിൻ്റെ ഒരു എക്സും പുരുഷനിലെ ഒരു എക്സും കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുമ്പോൾ ഈ തമ്മിൽ മാതാപിതാക്കളുടെ ഗുണഗണങ്ങൾ തമ്മിൽ കൈമാറും. ആ കൈമാറുന്നതിനെ പഠിക്കുന്നതാണ് ജിനോം കോഡുകൾ കൊണ്ടുണ്ടാകുന്നത്. ഒരു വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ കോശമെടുത്ത് അതിനെ പഠിച്ചാൽ ആ കുഞ്ഞ് ഭാവിയിൽ അത് കഷണ്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിന് മൂക്കെങ്ങനെ ആയിരിക്കും, അതിന് കണ്ണെങ്ങനെ ആയിരിക്കും, എന്തെല്ലാം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പഠിക്കാൻ കഴിയും. അതാണ് ജിനോം കോഡിൻ്റെ പഠനങ്ങൾ കൊണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. മാതാപിതാക്കളുടെ ഗുണഗണങ്ങൾ തലമുറകളിലേക്ക് ഒഴുകും. പിതാവിൻ്റെയും മാതാവിൻ്റെയും ഗുണഗണങ്ങൾ തലമുറകളിലേക്ക് ഒഴുകും. ജീനുകളിലൂടെ അത് കടക്കും. അതിന് പാരമ്പര്യം എന്ന് പറയുന്നു. അതിനെ മാറ്റാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നുള്ളത് ബൈബിളിലെ ആ പ്രസ്താവന ശാസ്ത്രലോകത്തിൻ്റെ അംഗീകരണമാണ്. ആദാമിൽ ഉണ്ടായ ആ പാപം, ആ അനുസരണക്കേട്, അത് തലമുറകളിലൂടെ കൈമാറി മനുഷ്യനിൽ
ആ പാപ സ്വഭാവമുണ്ട്. എയ്ഡ്സ് രോഗികളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു പാപവും ആ കുഞ്ഞ് ചെയ്യേണ്ട, ഒരു അസാൻമാർഗീയ വഴികളിലും ആ കുഞ്ഞ് പോകണ്ട. ആ കുഞ്ഞിൽ എയ്ഡ്സ് രോഗമുണ്ടാവും. അതിൻ്റെ തെറ്റുകൊണ്ടല്ല, മാതാപിതാക്കളിൽ നിന്ന് അതിനെ കിട്ടിയതാണ്. അതുകൊണ്ട് പാപം കൽപ്പനാലംഘനം ചെയ്ത ആദാമിൽ നിന്ന് അതെല്ലാ മനുഷ്യരിലേക്കും പകർന്നു. ഇപ്പം യേശു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഈ കൈമാറ്റം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് യേശു കന്യകാസുതനായിട്ട് ജനിക്കുവാനായിട്ട് ഇടയായത്. കർത്താവിന് വേണ്ടി ഒരു പ്രത്യേക ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിലൂടെയുള്ള വ്യാഖ്യാനം പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സാധാരണ സ്ത്രീകളിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ ലഭിക്കുന്ന ആ ബ്ലഡും അതിൻ്റെ കൺവേർഷനെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം. പക്ഷെ കുഞ്ഞിൻ്റെ രക്തവും അമ്മയുടെ രക്തവും രണ്ടാണ്. അമ്മയുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്ലസൻ്റയിലൂടെ വലിച്ചെടുക്കുന്ന ഗുണഗണങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ്, രക്തം എല്ലാം മറ്റൊരു ഘടകമായിട്ടാണ് ഈ കുഞ്ഞിലേക്ക് വരുന്നത്, ഡയറക്റ്റായിട്ടല്ല. അതിൽ വലിയ പരിണാമങ്ങൾ അവിടെ സംഭവിച്ചാണ് വരുന്നത്. എന്നാൽ യേശുവിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. യേശുവിന് ദൈവം പ്രത്യേകമായ ഒരു ശരീരം ഒരുക്കുകയായിരുന്നു. അങ്ങനെ യേശു അനുസരണത്തിലൂടെയും തൻ്റെ ജനനത്തിലൂടെയും തൻ്റെ രക്തം പരിപാവനമായി സൂക്ഷിച്ചു. ആ രക്തത്തിന് മാത്രമേ പാപമോചനം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി അതിന് ഒരു യാഗം നടക്കേണ്ടതായിട്ടുണ്ട്. അതൊരു കൊലപാതകമാകാൻ പാടില്ല, അതൊരു ആത്മഹത്യയാകാൻ പാടില്ല, കൈമുറിച്ച് രക്തമൊഴുക്കുന്നതാകാൻ പാടില്ല. ഹോമയാഗങ്ങളും പാപയാഗങ്ങളും അകർത്തിയാഗങ്ങളും യൂതന്മാർ ഒരാടിനെയോ കാളയോ കൊണ്ടുവന്ന് അതിൻ്റെ മേൽ പാപങ്ങൾ ചുമത്തി അതിനെ അറുത്ത് യാഗപീഠത്തിൽ വെച്ച് അതിനെ ദഹിപ്പിക്കുന്നത് പോലെ ഒരു യാഗങ്ങൾ നടക്കണം. അതിന് പുരോഹിതന്മാർ വേണം, പീഠം വേണം, അതിനൊരു റീസൺ വേണം, അതിനൊരു കാരണം വേണം. അതുകൊണ്ട് യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് പറഞ്ഞു, നാം യെരുശലേമിലേക്ക് പോകുകയാണ്, അവിടെ മഹാപുരോഹിതന്മാർ എന്നെ ജാതികൾക്ക് ഏൽപ്പിക്കും. ഒരു പുരോഹിതൻ അറുക്കുവാനായിട്ട് ആടിനെ ഏൽപ്പിക്കുന്ന പോലെ ജാതികൾക്ക് ഏൽപ്പിക്കും. അവരെന്നെ തുപ്പും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കും, ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് പറയുമ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി ശാസിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കർത്താവ് പറയുകയാണ്, നീ മാനുഷികമാണ് ചിന്തിക്കുന്നത്, പോ സാത്താനെ എന്ന് പറഞ്ഞ് ശാസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞ് പെസഹയാണല്ലോ. അപ്പം പെസഹയ്ക്ക് ഒരാടിനെ അറുക്കുന്ന ചടങ്ങ് ജൂതന്മാർക്കുണ്ട്. യേശു പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞ് പെസഹയാണല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കും. നോക്കുക, കർത്താവ് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഗെത്സമനയിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ യാഗപീഠത്തോട് തന്നെ ബന്ധിക്കുകയാണ്. ഇനി തനിക്ക് ഓടിപ്പോകാൻ കഴിയുകയില്ല, അല്ലെങ്കിലും യേശു ഓടിപ്പോകുകയില്ല. പക്ഷേ ഈ യാഗത്തോടുള്ള ചിന്തയിൽ നിങ്ങൾ ചിന്തിക്കണം, ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടുകയാണ്. യേശു അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. മനുഷ്യൻ്റെ പാപം, ശാപം അവൻ്റെ ശിരസിൽ വഹിക്കുകയാണ്. തന്മൂലം താൻ പ്രാണവേദനയിലായിത്തീരുകയാണ്. അന്റോണിയ ഫോർട്ടസസിൽ താൻ ചാട്ടവാറുകളാൽ അടിക്കപ്പെടുകയാണ്. തൻ്റെ മുഖത്തെ രോമങ്ങൾ പിഴുതു പറിക്കപ്പെടുകയാണ്. തൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അമർത്തുകയാണ്. ആ യാഗത്തിൻ്റെ പ്രോസസ്സുകളാണത്. കുരിശ് ചുമക്കുകയാണ്, ആ ക്രൂശിൽ തറയ്ക്കപ്പെടുകയാണ്. 6 മണിക്കൂറുകൾ യേശു ഇവിടെ കിടന്നു. കാരണം മാനവലോകത്തിൻ്റെ
പാപത്തിൻ്റെ പരിഹാരത്തിനായി അനുസരണമുള്ളവനായിരിക്കണം. അത് യാഗമാകണം. അപ്പോൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില പ്രവചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ടതിന് 6 മണിക്കൂറുകൾ ആവശ്യമായിരുന്നു. 1 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ യേശുവിന് മരിക്കാമായിരുന്നു. അല്ല, യേശുവിന് വേണമായിരുന്നെങ്കിൽ തൻ്റെ മുഖരൂപം യൂദായിക്കോ ഏതെങ്കിലും ഒരു ശത്രുവിനോ കൊടുത്തിട്ട് രക്ഷപ്പെടാമായിരുന്നു. അല്ലെങ്കിൽ യേശുവിന് വേണമായിരുന്നെങ്കിൽ തൻ്റെ കൈ ഒന്ന് ഉയർത്തിയിരുന്നെങ്കിൽ, ആ ശക്തി വ്യാപരിച്ചിരുന്നെങ്കിൽ സൂര്യൻ പോലും പൊട്ടിക്കീറുമായിരുന്നു. കർത്താവ് ഒന്ന് ശാസിച്ചിരുന്നെങ്കിൽ കയ്യാഫാവും ഹന്നായും റോമൻ ചക്രവർത്തിയും പിലാത്തോസും ഹേരോദാവുമെല്ലാം കൊടുങ്കാറ്റിൽ പറന്നു പോകുന്ന പോലെ പറന്നു പോകുമായിരുന്നു. അങ്ങനെ ചെയ്താൽ പാപമോചനം നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ, താൻ പ്രവചിച്ചതുപോലെ ആ ക്രൂശിൽ 6 മണിക്കൂറുകൾ പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് ആ പരിശുദ്ധമായ രക്തം ചൊരിയുകയാണ്. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലച്ചു. പക്ഷേ ആ രക്തത്തിൻ്റെ കുറേ അംശം ഹാർട്ടിൻ്റെ കോർണറിൽ കിടപ്പുണ്ട്. അതും കൂടെ വരണം ഈ പാപമോചനത്തിൻ്റെ യാഗം പൂർത്തിയാകാൻ. അതും പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. ഒരു പട്ടാളക്കാരൻ കുന്തമെടുത്ത് ആ തിരുമാറിൽ കുത്തിയപ്പോൾ ആ രക്തവും പുറത്തു വന്നു. അങ്ങനെയാണ് മാനവലോകത്തിന് കർത്താവ് രക്ഷയൊരുക്കിയത്. ഇന്ന് ഒരുവൻ മരിച്ച് യാതനാസ്ഥലത്തേക്കോ പിന്നീട് വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് നരകത്തിലേക്കോ പോകുന്നതിൻ്റെ കാരണം അവൻ്റെ പാപമാണെങ്കിലും അതല്ല, പാപമോചനത്തിനുള്ള വഴി അവൻ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സൗദി അറേബ്യയിൽ 34 കോടി രൂപ കൊടുത്ത്, ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുത്താനായിട്ട് കേരള ജനം ഒന്നിച്ചു വന്നു. ആ പണം ഒരു പക്ഷേ അവിടെ കെട്ടിവെച്ചിട്ടുണ്ടാകും. പക്ഷേ ആ അബ്ദുൾ റഹ്മാൻ അത് നിരസിക്കുകയാണെങ്കിലോ, എനിക്കത് വേണ്ട, എനിക്ക് വേണ്ടി ആരുടെയും ബ്ലഡ് മണി വേണ്ട എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ആ വീട്ടുകാർക്കൊന്നും ചെയ്യാനൊക്കെയല്ല, രാജ്യത്തിനും ഒന്നും ചെയ്യാനൊക്കെയല്ല, തനിക്ക് തൻ്റെ ഉമ്മായെ കാണാൻ ഒക്കുകയില്ല. എന്നാൽ താൻ വധശിക്ഷയ്ക്ക് വിധേയനായ താൻ നന്ദിയോടെ ആ ദാനം സ്വീകരിച്ച് അംഗീകരിച്ച് തനിക്ക് സ്വതന്ത്രമായിട്ട് ഇന്ത്യയിലേക്ക് വരാം. ഇതുപോലെ ഏത് കൊടുംപാപിയാണെങ്കിലും നരകത്തിൽ പോകണ്ട, പാപമോചനത്തിന് വഴിയുണ്ട്. യേശു പാപികളുടെ വിമോചകനാണ്. അവൻ്റെ മരണത്തിലൂടെ പാപമോചനം ഒരുക്കിയിരിക്കുന്നു. ഒരുവൻ ദൈവമേ, ഞാൻ പാപിയാണ്, എന്നെ പാപം ക്ഷമിക്കണം, എന്നെ ശാപം മോചിക്കണം, എന്നെ രക്ഷിക്കണം, അങ്ങനെക്ക് വേണ്ടി മരിച്ചു. അനുസരണക്കേട് മുഖാന്തരമുണ്ടായ പാപത്തെ അനുസരണത്തോടും നീക്കാൻ അങ്ങ് വന്നു. പരിശുദ്ധമായ രക്തം അങ്ങനെക്ക് വേണ്ടി ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. ഞാൻ ആ രക്തത്തിൽ ആശ്രയിക്കുന്നു എന്ന് ഒരുവൻ പറയുമ്പോൾ അവൻ്റെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ക്ഷമിക്കപ്പെടും. അവന് നരകത്തിൽ പോകേണ്ടി വരികയില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണം അംഗീകരിക്കാതെ ആ പാപമോചനം എനിക്ക് വേണ്ട എന്ന് പറയുന്നവരെല്ലാം അവർ ആര് തന്നെയാണ് ജീവിക്കേണ്ടി വരും. ബൈബിൾ പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവം എനിക്ക്
രക്ഷയുടെ പരിച നൽകിയിരിക്കുന്നു. പ്രിയ സ്നേഹിത, സാത്താന്റെ വാളിൽ നിന്ന്, ന്യായവിധിയുടെ കോപത്തിൽ നിന്ന്, നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു പരിചയാണ് യേശുവിൻ്റെ ക്രൂശുമരണം. അത് രക്ഷയുടെ പരിചയാണ്. അത് ദൈവം നൽകുകയാണ്. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. പാപമോചനം മാത്രമല്ല, ആ രക്ഷയുടെ പരിച ചെയ്യുന്നത് അറുക്കാൻ വരുന്ന, മുടിക്കാൻ വരുന്ന സകല പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും അത് വിജയം തരുന്നതാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തങ്ങളുടെ സാക്ഷിയിൻ വചനങ്ങളാലും കുഞ്ഞാടിൻ്റെ രക്തത്താലും അവർ പിശാചിനെ ജയിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, മാന്ത്രിക പ്രവർത്തനങ്ങളാലും പൈശാചിക പ്രവർത്തനങ്ങളാലും രക്ഷപ്പെടുവാൻ കഴിയാതെ നീ ഇരുട്ടറയിൽ കിടക്കുന്നത് പോലെയാണോ? ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കോഴഞ്ചേരിക്കടുത്ത്, പുന്നക്കാടിനടുത്ത് 1980 കാലങ്ങളിലൊക്കെ ഞാൻ കുഴിക്കാലയിൽ സഭാശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന കാലം, സഭയിലെ ഞങ്ങളുടെ ഷാരോൺ ഫെലോഷിപ്പിൻ്റെ വിശ്വാസികൾ ചിലർ ആ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ സന്ദർശിക്കുവാൻ ഞാനൊരു സൈക്കിളിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ പുത്തേത്തെ അമ്മച്ചി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഉപദേശി, ഇവിടെ അടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള താഴെപ്പറമ്പിൽ ഒരു തങ്കമ്മയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. മാനസിക രോഗിയാണ്, ഉറക്കുളി കഴിച്ചാണ് ഉറങ്ങുന്നത്. എന്നാൽ ചില സന്ദർഭത്തിൽ ഉറക്കുളി കഴിച്ചും ഉറങ്ങാൻ കഴിയുകയില്ല. പിന്നെ അവരിതിലൂടെല്ലാം ഓടി നടക്കും. ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഞാനൊരു പ്രാർത്ഥന അവിടെ സംഘടിപ്പിച്ചു. അപ്പോൾ ഈ തങ്കമ്മയെ നടുക്കിരുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയക്കാരനായ ഒരു ഡേവിഡ് ഒബിയാക്കർ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയിൽ. അതുപോലെ തന്നെ മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കുറേ കഴിഞ്ഞപ്പോൾ ഒരു 40-45, മാക്സിമം ഒരു 50 കിലോയിൽ കൂടുതൽ തൂക്കം കാണുകയില്ല ആ മാതാവിന്. സ്കെൽറ്റയായ ഒരു സ്ത്രീയാണ്. പിശാചിങ്ങനെ ചപ്പി രക്തം കുടിച്ച് അവരിങ്ങനെ എല്ലും തോലും തിരിഞ്ഞ ഒരു സ്ത്രീയാണ്. ഒരു കുറേ കഴിഞ്ഞപ്പോൾ, ഒരു പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ചാടി എഴുന്നേറ്റു. ഡേവിഡ് ഒബയാക്കർ എന്ന് പറയുന്ന ആൾ ഒരു 6 അടി പൊക്കമുള്ളൊരു മനുഷ്യനാണ്. അജാനുബാബുവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം, ഞങ്ങൾ കുറേ ചെറുപ്പക്കാരന്ന് 1980 അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ ഭർത്താവ്, മക്കൾ എല്ലാവരും കൂടെ പിടിച്ചിട്ട് ഇവരെ അവിടെ ഇരുത്താൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും കുതറി ഓടി. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് മാനസിക രോഗമല്ല, ഇവരിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക വ്യാപാരം. അപ്പോൾ അവർ കാട്ടിലേക്ക്, ഇരുട്ടിലേക്കും ഓടി. അവരുടെ ഭർത്താവും മക്കളുമൊക്കെ ഓടിച്ചെന്ന് അവരെ പിടിച്ചുകൊണ്ട് വന്നു, അവിടെ ബലമായിട്ടിരുത്തി. ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ആ മാതാവിലുള്ള അന്ധകാര ശക്തി വിട്ടുപോയി. പിന്നെ അവരെ ഞങ്ങൾ കാണുന്നത്, പിന്നെ അവർ 15 വർഷം കൊണ്ട് ജീവിച്ചു. സൗമ്യയായ ഒരമ്മ. ഓരോ ഉറക്കുളിയും പിന്നീട് കഴിക്കേണ്ടി വന്നില്ല. ഒരിക്കലും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നില്ല. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ അറുക്കുന്നതാണ്, മുടിക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. ആത്മീകർ എന്ന് തോന്നുന്ന പല വീടുകളിലും സ്വസ്ഥതകളില്ല, പലരും ഉറങ്ങുന്നില്ല. പുറമേയൊക്കെ ഉള്ള പരിപാടികളാണ്, ഭയങ്കര കലഹങ്ങളാണ്. യോഗങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പല വീട്ടിലും ഭക്ഷണം തന്നെ, പാത്രങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകും. അതിനൊക്കെ കാരണം അവിടെയൊക്കെ കുടിയിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളാണ്. ആ പിശാച് ഭയപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തമാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലുള്ള സാക്ഷ്യങ്ങളാണ്. അപ്പോൾ പിശാചാണ് പാപം കൊണ്ടുവന്നത്, ശാപം കൊണ്ടുവന്നത്. അതിൻ്റെ മറവിൽ അവൻ കയറി കൊലപാതകങ്ങൾ നടത്തുന്നു, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു, ഡിവോഴ്സുകൾ ഉണ്ടാക്കുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അത് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കും. ഈ രക്തം, ഈ പരിച
പൈശാചിക വ്യാപാരങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതാണ്. നീ മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും നേർച്ചകൾ കഴിച്ചിട്ടും പദയാത്രകൾ നടത്തിയിട്ടും പലതും അരയിലും അവിടെ ഇവിടെയൊക്കെ കെട്ടിത്തൂക്കിയിട്ടും പലതും കുഴിച്ചിട്ടിട്ടും വിടുതലുണ്ടായില്ലല്ലോ. വലിയ കുടുംബമാണ്, പേര് കേട്ട കുടുംബമാണ്. സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ഈ യേശുവിൻ്റെ മരണം രക്ഷയുടെ പരിചയമാണ്. എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടൊന്ന് തയ്യാറാകുമോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പാപമോചനം ആഗ്രഹിക്കുന്നുണ്ടോ? പൈശാചിക വ്യാപാരത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ്റെ അടിപ്പിണരുകളാൽ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് രക്ഷയുടെ പരിചയമാണ്. ആ കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. രക്ഷയുടെ പരിചയമായി ക്രൂശ് മരണം ചില ഹൃദയങ്ങളിലേക്ക്, ചില ഭവനങ്ങളിലേക്ക്, ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ചില ജീവിതങ്ങളിലേക്ക്, എന്തെല്ലാം ചെയ്തിട്ടും പുരോഗമിക്കുവാൻ കഴിയാതെ കരമടിച്ച് കുറെ കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും മാറുവാൻ കഴിയാതെ ആ ഇരുട്ടുകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഈ രാത്രിയിൽ നിനക്ക് ആവശ്യമുണ്ട്. സുവിശേഷത്തിൻ്റെ തേജസ് ശോഭിക്കാതിരിപ്പാൻ ഇരുളാക്കുന്ന ആ പിശാചിൻ്റെ വ്യാപാരം വിട്ടുമായറിയെങ്കിൽ മാത്രമേ ആത്മാക്കൾ സഭയിലേക്ക് വരൂ. ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടൂ. അത് വിട്ടുപോകണമെങ്കിൽ നിന്റെ സാക്ഷ്യം, യേശുവിൻ്റെ രക്തം, ആ പരിധി അവിടെ ഉയർത്തണം. കുറെ കൂടെ ശക്തിയോടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ മദ്യപാനത്തിനെ പ്രേരിപ്പിക്കുന്ന ആത്മാവ് വിട്ടുമാറട്ടെ. കരമടിച്ച് കോപമുണ്ടാക്കുന്ന, കലഹമുണ്ടാക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. സത്യമറിഞ്ഞിട്ടും വരുവാൻ കഴിയാതെ പുറകോട്ട് വലിക്കുന്ന ഇരുളുകൾ മാറിപ്പോകട്ടെ. ആത്മാക്കളെ തടയുന്ന ഈ ദേശത്തിന്റെ ശക്തികളെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയായ ക്രൂശിൽ മരിച്ച യേശുവിന്റെ നാമത്താൽ, ആ രക്തത്താൽ നിർജീവമാകട്ടെ. ആ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. Thank you, Jesus. Hallelujah. 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 അവന്റെ അടിപ്പിണരുകളാൽ ഉണ്ടാകുമെന്ന വചനപ്രകാരം ആ അടിപ്പിണരുകളാൽ, ആ ക്രൂസ് മരണത്താൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവരുടെ തല മുതൽ ഉള്ളങ്കാല് വരെ ആ രോഗസൗഖ്യം അക്ഷരാർത്ഥത്തിൽ വ്യാപരിക്കട്ടെ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നാമത്തിൻ്റെ ശക്തി, അവിടുത്തെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ.
ഈ ദേശം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. ഈ ദേശം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. ഗ്രൗണ്ടിന് പുറത്ത് ചില ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകളോട്, ആ മകനോട് നീ ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. അവർ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. അവർ സൗഖ്യമാകട്ടെ കർത്താവേ. അന്ധകാരത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ആ സാക്ഷ്യം ഞങ്ങൾ ഉയർത്തുകയാണ്, നീ രക്ഷിക്കുന്ന കർത്താവാണെന്ന്. ആ രക്തം ഞങ്ങൾ ആശ്രയിക്കുകയാണ് കർത്താവേ. ദൈവമേ, നീ എനിക്ക് രക്ഷയുടെ പരിചയ നൽകി. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.